പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിന് വൈകി എത്തിയതിലുള്ള നീരസം പരസ്യമാക്കി കെപിസിസി അധ്യക്ഷൻ. മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് വി.ഡി. സതീശൻ എവിടെ പോയെന്ന് കെ. സുധാകരൻ. അസഭ്യ വാക്കുകൂടി ചേർത്തായിരുന്നു പ്രതികരണം. പ്രസിഡന്റ് കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടഞ്ഞു. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. രഘുനാഥ് നാരായണനുണ്ട് വിവരങ്ങളുമായി. രഘു, മൈക്ക് ഓണാണ്, ക്യാമറ ഓണാണെന്നൊക്കെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേടാണ്. തിരിച്ചു വരാം. ഇന്ന് ആലപ്പുഴയിൽ കെപിസിസി സമരാഗ്നി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവരുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിന്റെയും കെപിസിസി അധ്യക്ഷന്റെയും. അതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എത്താൻ വൈകി. അതിലുള്ള അതൃപ്തിയാണ് ഇങ്ങനെ പരസ്യമായി പ്രകടമാക്കിയിരിക്കുന്നത് കെ. സുധാകരൻ. രഘു, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ കൂടെയുള്ള ആളുകളെ ഷാനിമോൾ ഉസ്മാനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണ് മൈക്ക് ഓണാണ്, ക്യാമറ ഓണാണ് എന്നൊക്കെ. അതെ, കാരണം അതൊരു ഓഫ് ദ റെക്കോർഡിലുള്ള ഒരു സംസാരമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മൈക്കും ക്യാമറയും ഒക്കെ ഓണാക്കി വെക്കും. പലപ്പോഴും അത്തരത്തിൽ നേതാക്കൾ അവിടെ വന്നിരുന്ന് സംസാരിച്ച് കെണിയിൽ അർത്ഥത്തിൽ പെടാറുമുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അതിന്റെ ഒരു കാര്യം കൂടി വിശദീകരിക്കുക, എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നതെന്നുള്ളത്. 10 മണിക്കാണ് മാധ്യമപ്രവർത്തകരോട് വാർത്താ സമ്മേളനം ഉണ്ട് എന്നുള്ള അറിയിപ്പ് DCCയിൽ നിന്ന് 2 ദിവസം മുൻപേ നൽകിയത്. ഇതനുസരിച്ച് മാധ്യമപ്രവർത്തകർ 10 മണിയോടുകൂടി ഇവിടെ എത്തുകയും ചെയ്തു. എന്നാൽ ഒരു 10:45 കൂടിയാണ് കെ. സുധാകരൻ അവിടേക്ക് വന്നത്. അദ്ദേഹം വന്ന ഉടനെ തന്നെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വന്ന് അല്പം വൈകി, ക്ഷമിക്കണം, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. വേഗത്തിൽ തന്നെ വാർത്താ സമ്മേളനം തുടങ്ങാം എന്നുള്ളൊരു ക്ഷമാപണം മാധ്യമപ്രവർത്തകരുടെ അടുത്ത് വന്ന് നടത്തിയതിനു ശേഷമാണ് ഡയസിലേക്ക്, വേദിയിലേക്ക് കെ. സുധാകരൻ കയറിയിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരു 20 മിനിറ്റോളം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം DCC പ്രസിഡന്റ് B. ബാബുപ്രസാദിനോടാണ് ചോദിക്കുന്നത്, എത്ര നേരമായിട്ട് മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ്, ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നു എന്നുള്ളൊരു സ്വാഭാവികമായി തന്നെ സാധാരണ നിലയിൽ ചോദിക്കാറുള്ള ഒരു സ്വാഭാവികമായി തന്നെ ഒരു അസംതൃപ്തി അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ ഒരു അശ്ലീല പരാമർശം അദ്ദേഹം നടത്തുകയും അശ്ലീലമായ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്തയാകാൻ തന്നെ കാരണം മുൻപ് നമ്മൾ കണ്ടതാണ്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന സമയത്ത് മൈക്കിനെ ചൊല്ലി 2 നേതാക്കളും തമ്മിലുള്ളൊരു തർക്കം നമ്മൾ കണ്ടതാണ്. അത് പിന്നീട് തർക്കം മാത്രമല്ല, ഒരു ഇംഗ്ലീഷിൽ ഒരു ചോദ്യം വന്നപ്പോൾ തന്റെ പാർട്ടിയുടെ കെപിസിസിയുടെ കേരളത്തിലെ അധ്യക്ഷനാണ്, പക്ഷെ ഒരു സഹായിക്കാൻ പോലും തയ്യാറായിരുന്നില്ല വി.ഡി. സതീശൻ. അതെ, സ്വാഭാവികമായിട്ട് തന്നെ ഈ കാര്യത്തിലാണെങ്കിൽ പോലും അശ്ലീലമായ വാക്ക് കെ. സുധാകരൻ ഉപയോഗിച്ചെങ്കിൽ പോലും ഈ ഭാഗത്ത് ധാർമ്മികമായ ന്യായം കെ. സുധാകരന്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം അദ്ദേഹം പാർട്ടിയുടെ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം 20 മിനിറ്റിലധികമാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി അവിടെ കാത്തിരുന്നത് എന്ന് മാത്രവുമല്ല, ഓൾറെഡി തന്നെ അവിടെ വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ച് 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്താം എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം വന്ന് 10:40 KPCC പ്രസിഡന്റ് ആ വേദിയിലേക്ക് വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ ഡയസിലേക്ക് കയറുകയല്ല ചെയ്ത് മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്ക് വന്നിട്ട് അല്പം വൈകിപ്പോയി. KC വേണുഗോപാൽ ഇവിടെ ആലപ്പുഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ചർച്ച, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. ഉടൻ തന്നെ നമുക്ക് വാർത്താ സമ്മേളനം തുടങ്ങാമെന്നൊരു ക്ഷമാപണം നടത്തിയാണ് അദ്ദേഹം ഡയസിലേക്ക് കയറിപ്പോയത്. പിന്നീടും ഒരു 20 മിനിറ്റോളം വൈകിയാണ് പ്രതിപക്ഷ നേതാവ് അവിടെ എത്തിയത്. ഈ പറയുന്നത് പോലെ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കളാണ് പറയുന്നത്, മുന്നറിയിപ്പ് കൊടുക്കുന്ന അവിടെ മൈക്ക് ഉണ്ടെന്ന്. അതിനുശേഷം അദ്ദേഹം മിണ്ടാതിരിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം സുധാകരൻ വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു വാർത്താ സമ്മേളനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുകയും 11:05 പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം, ഒരു ചെറിയ ഓഡിയോ നമുക്ക് ആ വാർത്താ സമ്മേളനത്തിന് മുമ്പായിട്ട് കേൾക്കുകയും ചെയ്യാം. എന്തായാലും ഒരു വാർത്താ സമ്മേളനം ഇത് ആര്യ പറഞ്ഞതുപോലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന
ഘട്ടമാണ്. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇപ്പൊ ഈ ലീഗൊക്കെ 3-ാം സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ ടി മുഹമ്മദ് ബഷീറിനോടൊക്കെ സംസാരിച്ചതാണ്. UDF ചർച്ചയിൽ പങ്കെടുക്കണോ വേണോ എന്ന് പോലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പം അതിന്റെ ആ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന 2 പേരാണ് ഇങ്ങനെ പരസ്യമായി ഈ ഭിന്നതകളൊക്കെ കാണിച്ച് മുന്നോട്ട് വരുന്നത്. അതെ, ഈ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഇവരുടെ ഒരു വഴക്കോ അങ്ങനെ ഒന്നും ഉള്ള ഒരു കാര്യമില്ലായിരുന്നു. അവർ രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവർ രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടുകൂടി മറുപടി പറയുകയും ചെയ്തു. ഇവിടെ ഈ മൊമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ആ നിമിഷത്തിൽ ഉണ്ടായൊരു പ്രകടനമായിട്ട് വേണം അദ്ദേഹത്തിന്റെ ഒരു രഘുവിലേക്ക് വരാം. രഘു നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് ഇത് വാർത്തയായി എന്ന് ചോദിക്കുന്നവരുണ്ടാകും. അതിന് കാരണം കുറച്ചു കാലം മുൻപ്, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പുതുപ്പള്ളിയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഒരു വാർത്താ സമ്മേളനം, ഈ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു കോട്ടയത്ത്. അന്നുണ്ടായ ചില കാര്യങ്ങളായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വന്ന സമയത്ത് ഒരു വനിതാ മാധ്യമ പ്രവർത്തക കെ സുധാകരനോട് ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ സഹായത്തിനായി VD സതീശനെ നോക്കുന്ന കെ സുധാകരനോട് താങ്കളോടാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന VD സതീശനെയും അന്ന് കേരളം കണ്ടതാണ്. അന്നും വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രഘു, എന്തായാലും ഇതിനൊക്കെ വൈകി എത്തിയതിനു ശേഷം വാർത്താ സമ്മേളനം സുഗമമായി നടന്നോ? വാർത്താ സമ്മേളനം സുഖമായി നടന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ്. അങ്ങനെ ഒരു അതൃപ്തിയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒന്നും പരസ്യമായി പ്രകടിപ്പിച്ചുമില്ല. അവർ ഇരുവരോടാണ് പിന്നീട് അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ വാർത്താ സമ്മേളനം നടത്തിയ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് സദസ്സ്, അതായത് പൊതുജനങ്ങളുമായി സംവദിക്കുന്ന വേദിയിലേക്ക് അവർ രണ്ടുപേരോടുകൂടിയാണ് പോയതും. ആ നിമിഷത്തിലുണ്ടായ ഒരു വൈകാരികമായ പ്രകടനമാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഒരു പദപ്രയോഗം ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, മുൻപ് ഇവർ രണ്ടുപേർക്കും ഇത്തരത്തിലുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുള്ള ആളുകൾ കൂടിയാണ്. അതുകൊണ്ട് ഒരു മുൻകരുതൽ, ഒരു ജാഗ്രത ഈ വിഷയത്തിൽ വേണ്ടതായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു അടിസ്ഥാനമായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്താ സമ്മേളനം വൈകിയെത്തി, അത് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ കാത്തിരിപ്പിക്കുന്നു എന്നുള്ളൊരു, അദ്ദേഹം കാത്തിരുന്നതിനപ്പുറം മാധ്യമപ്രവർത്തകരെ കാത്തിരിപ്പിക്കുന്നു എന്നുള്ളൊരു വികാരത്തിന്റെ പുറത്ത് കെ സുധാകരൻ പറഞ്ഞതാണെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ VD സതീശന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് തിരക്കുമ്പോൾ ഇവർ രണ്ടുപേരോടാണ് KC വേണുഗോപാലുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനിടയിലാണ് മുൻ DCC പ്രസിഡന്റ് A ഷുക്കൂർ മുൻ നിശ്ചയിക്കാത്ത ഒരു പരിപാടിയിലേക്ക്, അവിടെ ചെസ് അസോസിയേഷന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു YMCA അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ് വൈകിയത് എന്നുള്ളതാണ് VD സതീശന്റെ ഓഫീസിൽ നിന്ന് പറയുന്നത്. ഇത് പക്ഷേ KPCC പ്രസിഡന്റിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന് VD സതീശൻ വരുന്നതും എന്ത് പറ്റിയെന്നൊക്കെ സുധാകരനോട് ചെവിയിൽ പറയുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതല്ല കൗതുകം രഘു. ഒരു പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ക്യാമറ ഓണാണ്, മൈക്ക് ഓണാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കേട്ടതിൽ നിൽക്കുമായിരുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ആ സംഭാഷണം അവിടെ വെച്ച് സുധാകരൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം സംസാരിക്കുന്നത് DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോടാണ്. എവിടെ പോയി കിടക്കുവാടെ എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ആ ബാബു പ്രസാദ് അതിന് മറുപടിയും പറയുന്നുണ്ട്. അതോടുകൂടി ആ സംസാരം സുധാകരൻ തന്നെ അവിടെ നിർത്തുകയാണ്. ഇതിന് ശേഷമാണ് മറ്റു നേതാക്കൾ അവിടെ ഉണ്ടായത്, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് മൈക്കുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കെ സുധാകരന് നൽകുന്നത്. ഒരു പക്ഷേ ഇതിനപ്പുറം ഒരു കാര്യം അവിടെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിലും ഉണ്ടാകും എന്നെനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. ശരി, രഘുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒന്ന് ഇന്നത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തിനെത്തിയപ്പോഴുള്ള ദൃശ്യങ്ങളും അതേ തുടർന്നുണ്ടായ പരസ്യമായ അതൃപ്തിയും അസഭ്യ വാക്കുമാണ്. മറ്റൊന്ന് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു സംയുക്ത വാർത്താ സമ്മേളനമായിരുന്നു. അന്നത്തെ ചില കാഴ്ചകളുമാണ്. എന്തായാലും സമരാഗ്നിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് KPCCയിൽ. എവിടെയാണ് സമരം, അല്ലെങ്കിൽ എവിടെയാണ് അതൃപ്തി, എവിടെയാണ് ഭിന്നത എന്ന് ഒരുപക്ഷെ പ്രവർത്തകർക്കും കേരളത്തിനും മൊത്തം മനസ്സിലാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് UDFിലെ ഈ ലോക്സഭാ സീറ്റ് നിർണയ ചർച്ചകളൊക്കെ ലീഗ് ഇങ്ങനെ 3-ാം സീറ്റ് വേണമെന്ന് പറഞ്ഞ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ്. നാളെ ഉഭയകക്ഷി ചർച്ചയൊക്കെ നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. ആദ്യം പാർട്ടിക്കുള്ളിലെ ഭിന്നത തീർത്താൽ മാത്രമല്ലേ ഈ ഉഭയകക്ഷി ചർച്ചയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും
ചെസ് ടൂർണമെന്റ് ഇയാള് ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് ഇയാളെന്ത് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ് ക്യാമറ ഇടയ്ക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് ഇയാളെന്ത് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ് ക്യാമറ ഇടയ്ക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു.